മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന ഓർഫനേജിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ച് അപ്പോൾ കടക്കാരനാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അയാൾ വന്ന ഉടനെ പറയുന്നുണ്ട് സാധനം ഇത്രയും കൊണ്ടുപോകാൻ ഓട്ടോയിൽ പറ്റത്തില്ല എന്ന്. ഇത് ആളുകൾ പോകുന്ന ഓട്ടോയാണ്, ഇതിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തായാലും എടുത്ത് വെച്ചേലേ വയ്ക്കുന്ന കൂലി തരാം എന്ന് പറയണം. അങ്ങനെ അയാൾ 250 രൂപ ഓട്ടോക്കൂലിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇതിച്ച് കൂടുതലല്ലേ, ഇതിനകത്ത് സാധനങ്ങളും ഉണ്ടല്ലോ, പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ഇറക്കി തരണ്ടേ, അതുകൊണ്ട് അത്രയും രൂപ വേണമെന്ന് പറയണം. അങ്ങനെ അലീനെ സമ്മതിച്ച് ഓട്ടോക്കാരനായിട്ട് ഓർഫനേജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ ഇറക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഇതിച്ച് കൂടുതലാണ്, ഇത്രയും പൈസയൊന്നുമില്ല ഇവിടം വരെ വരുന്നതിന് എന്ന് പറയാണ്. അപ്പം ഓട്ടോക്കാരൻ ഷാജി പറയാണ് എന്താ ഇത്രയും വലിയ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് എന്തിനാ മാഡം ഇത്രയും പിശുക്കം, നിങ്ങൾ സാധാരണക്കാരല്ലേ, നിങ്ങൾക്ക് ഇതിൽ കൂടെയൊക്കെ അല്ലേ വരുമാനം കിട്ടും, നിങ്ങളൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ, നിങ്ങൾ എന്തിനാ ഇത്ര വലിയ പിശുക്ക് കാണിക്കുന്നതെന്ന് ഷാജി ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ് ഞാൻ ആ വീട്ടിലെ ഒന്നുമല്ല, ഞാൻ ആ വീട്ടിലെ ജോലിക്കാരി മാത്രമാണ്, പിന്നെ മാസത്തിൽ എനിക്ക് കുറച്ച് ശമ്പളം കിട്ടും, ആ ശമ്പളം കൂട്ടി വെച്ച് ഇതേപോലെ ഓർഫനേജിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെ വാങ്ങിച്ചതാ ഇത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഷാജിക്ക് ഒരു വല്ലാതെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. കയ്യിലിരുന്ന പൈസ തിരിച്ചു കൊടുത്തിട്ട് അലീനയുടെ അടുത്ത് പറയാണ് ഇത് വെച്ചോ. അലീന പറയുന്നത് വേണ്ട, ഇത് ചേട്ടൻ ഓട്ടോ ഓടി ഇവിടം വരെ വന്നേലേ, ഇത് ചേട്ടൻ്റെ ഓട്ടോക്കൂലി വെച്ചോ എന്ന് പറയാണ്. അപ്പം ഷാജി നിർബന്ധിച്ച് അലീനയുടെ കൊടുക്കുവാണ്. എന്നിട്ട് പറയാണ് ഇനി മാർക്കറ്റിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓട്ടം പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ തല കുലുക്കുന്നുണ്ട്. അപ്പം ഷാജിക്ക് തോന്നുന്നുണ്ട് അലീനയുടെ നിന്ന് വാങ്ങിച്ച പൈസ കൂടുതൽ വീട്ടു ജോലിക്കാരി കയ്യിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ച് ഇതുപോലെ ഓർഫനേജിലൊക്കെ സാധനം വാങ്ങിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ. അപ്പം അതോർത്ത് അലീനയുടെ ഒരു ബഹുമാനമൊക്കെ ഷാജിക്കും തോന്നുന്നുണ്ട്. ശേഷം അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങിക്കുന്നുണ്ട് മനുവിൻ്റെ കൂടെ എറണാകുളത്തേക്ക് പോകാൻ. മനു എന്തായാലും എറണാകുളത്തേക്കാണ് പോകുന്നത്. അലീനയെ പാലാരിവട്ടത്ത് കൊണ്ടുവിട്ടിട്ട് പോകാമെന്ന് മനു പറഞ്ഞ കാര്യവും ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പോയിട്ട് വാ, എന്തായാലും മനു അവിടം വരെ ഉണ്ടല്ലോ, നിനക്കപ്പം വണ്ടിയിൽ കയറി പോവുകയും വേണ്ട. അങ്ങനെ ബാലചന്ദ്രനെ സമ്മതിച്ച് അവർ പോകാൻ ഒരുങ്ങിയാണ്. ഒരു ദിവസം മനു രാവിലെ തന്നെ വന്നേക്കുവാണ് അലീനയും കൊണ്ട് പോകാൻ. എന്നാൽ പാടെ കൃഷ്ണമോളത്ത് ചോദിക്കുകയാണ് എന്തിയേ കക്ഷി എന്തിയേ, പോവാൻ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയാണ് ചേച്ചി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഇപ്പം വരും മനുവേട്ടൻ, മനുവേട്ടൻ എന്താ ഇത്ര ധൃതി. പിന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് ചോദിച്ചാൽ മനുവേട്ടൻ ഇന്ന് തന്നെ എറണാകുളത്തോട്ട് പോകാൻ തീരുമാനിച്ചെന്താ, ചേച്ചി പാലാരിവട്ടത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞത് കൊണ്ടാണോ ഇന്ന് ചേച്ചിയും കുട്ടിയും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാണോ ഇന്ന് തന്നെ പോകുന്ന തീരുമാനിച്ചേ എന്ന് കൃഷ്ണമോൾ ചോദിക്കുകയാണ്. മനു പറയാണ് ഒന്ന് പോടി, അതുകൊണ്ടൊന്നുമല്ല, എനിക്കിന്ന് എറണാകുളം വരെ പോകണമായിരുന്നു. അപ്പോഴാണ് അലീന പറഞ്ഞത് അലീന രേവതിയെ കാണാൻ പോകുന്നതെന്ന്, എന്നെങ്കിൽ ഒരുമിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ച്. കൃഷ്ണമോൾ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് മനുവേട്ടൻ വിചാരിക്കല്ലേ എന്ന് പറയണം. നീ അലീനയെ വിളിക്ക്, പോവാന്ന് പറ, സമയം ഒത്തിരിയായി. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അലീനയെ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് അലീന ഡോറും തുറന്ന് വരികയാണ്. എന്നും കാണുന്ന ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇറങ്ങി വരുമ്പോൾ മനു ഇങ്ങനെ കണ്ണും തെളിച്ച് നോക്കിയിരിക്കുകയാണ്. കൃഷ്ണമോള് പറയാണ് അടിപൊളിയായിട്ടുണ്ട് ചേച്ചി, ചേച്ചി ഇപ്പം പഴയ അലീന ചേച്ചിയാണെന്ന് പറയത്തേ ഇല്ല, നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. മനു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അലീന വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മനുവേട്ടൻ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പം കാണുന്ന അലീനയല്ല ഇപ്പം ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് എന്ന് മനു പറയാണ്. നമ്മൾ പറയാണ് മനുവേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇപ്പം അടിപൊളിയായിട്ടുണ്ട്, ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, ഇനി മുതൽ ചേച്ചി ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ് പിന്നെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫാഷനും കാണിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് അലീന ചോദിക്കുകയാണ്. അന്നേരം മനു പറയാണ് എന്നാൽ നമുക്ക് ഇറങ്ങിയേക്കാം എന്ന് പറയാണ് മനു. അങ്ങനെ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങുവാണ്. അലീന വന്ന് കൃഷ്ണമോളത്ത് പറയാണ് മോളെ അച്ഛനെ നന്നായിട്ട് നോക്കിക്കോണം, അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് ഫുഡൊക്കെ ഒന്ന് അച്ഛന് കൊടുത്തേക്കണം, പിന്നെ അച്ഛനെ മരുന്ന് കഴിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം എന്നൊക്കെ അലീന പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. വിധി രോഹിത്തിനും വേണ്ടിയുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അവരുടെ അടുത്ത് എടുത്ത് കഴിക്കാൻ പറയണം. അങ്ങനെ എല്ലാവരുടെ കാര്യവും അലീന ആണെങ്കിൽ കൃഷ്ണമോളെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. നമ്മൾ പറയാണ് അതൊക്കെ എല്ലാം ചെയ്തോളൂ, ചേച്ചി ഒന്ന് പോയിട്ട് വാ, ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ, ചേച്ചി പോയിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഇറങ്ങി പുറത്ത് വരുമ്പം കൃഷ്ണമോള് പറയാണ് ഇപ്പം രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടനെ കല്യാണം കഴിച്ച ചെറുക്കന് പെണ്ണു വന്നേ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞ് അലീനയെ കളിയാക്കുവാണ് കൃഷ്ണമോള്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളെ അടിക്കാനായിട്ട് ഒട്ടിക്കുകയാണ് അലീന. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ബൈയൊക്കെ പറഞ്ഞ് അലീനയും മനുവും കൂടെ പോവുകയാണ്. എന്ന വഴിയിൽ അവർ കുറേ സംസാരിക്കുന്നുണ്ട്. അന്നേരം മനു പറയാണ് ഇങ്ങനൊരു യാത്ര ഞാൻ പ്രതീക്ഷിച്ചേയില്ല, യാദൃച്ഛികമാണ് ഇങ്ങനൊരു യാത്ര അയാളുമായിട്ട് സംഭവിച്ചതെന്ന് മനു പറയാണ്.
ഞാനും വിചാരിച്ചില്ല മനുവേട്ടനുമായിട്ട് ഇങ്ങനൊരു യാത്ര പോകുമെന്ന്. അലീനയും പറയുന്നുണ്ട്. അങ്ങനെ മനുവാണെങ്കിൽ ഒരിടത്ത് വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നമുക്ക് തന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് അലീനയോട് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോഴത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് മനുവാണെങ്കിൽ അലീനയുടെ കൈ പിടിക്കുകയാണ്. അലീന ഇങ്ങനെ ഞെട്ടി മനുവിനെ നോക്കുവാണ്. എന്നിട്ട് മനുവിനെ നോക്കി ഒരു സ്നേഹത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പം മനുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേര് അപ്പുറത്ത് ഇറങ്ങി അവിടെ ചെന്ന് കരിക്കും ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ യാത്ര പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ അടുക്കുകയാണ്.